സംസ്ഥാന സർക്കാരിനെ ഈ വിഷയത്തിൽ ആർക്ക് വേണമെങ്കിലും ഏത് നിലയിലും കുറ്റപ്പെടുത്താനും ആക്രമിക്കാനും എല്ലാ നിലയിലും ആക്രമിക്കാനും തയ്യാറാകുന്നതിൽ ഒരു കുഴപ്പമില്ല, ചെയ്തോട്ടെ. പക്ഷേ അതേ അർത്ഥത്തിൽ തിരിച്ചു പറയാൻ എന്തായാലും ഇപ്പൊ ഞങ്ങളില്ല. നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട കാര്യം നമുക്കൊക്കെ അറിയാം. ഇവിടെ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ട് അറിയാം. ഈ ഒരു ദുരന്തത്തിൽ നിന്നും എങ്ങനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാനാകുമോ, അതിനാരെയൊക്കെ കൈകോർത്ത് മുന്നോട്ട് പോകാനാകുമോ എന്നുള്ളതാണ് ഞങ്ങൾ നാലുപേരും മന്ത്രിസഭ ചുമതലപ്പെടുത്തിയതിന്റെ ഭാഗമായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് സർക്കാരിനെ എങ്ങനെ വേണമെങ്കിലും അടിച്ചോട്ടെ, ഞങ്ങളെ അടിച്ചോട്ടെ, വ്യക്തിപരമായിട്ട് അടിയൊക്കെ കൊള്ളാൻ തയ്യാറാണ്. അത് സമചിത്തതയോടുകൂടി എല്ലാ അടിയും കൊണ്ട് എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഉത്തരവാദിത്വം. ബാക്കിയെല്ലാം ജനങ്ങൾ പൊതുവെ മനസ്സിലാക്കുന്നുണ്ട്, ജനങ്ങളും ആഗ്രഹിക്കുന്നത്. ഇപ്പൊ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക, ആരെങ്കിലും കുറ്റപ്പെടുത്തി ഈ പ്രയാസം അനുഭവിക്കുന്നവരുടെ ആത്മവിശ്വാസം കുറക്കുന്ന ഒരു നിലപാട് ആരും കൈക്കൊള്ളരുതെന്നാണ്. അതാണ് ഞങ്ങളുടെ സമീപനം. ഇതിൽ വേറൊരു വിഷയം, ഇപ്പൊ പൊതുമരാമത്ത് വകുപ്പിന്റെ ക്വാർട്ടേഴ്സിന്റെ കാര്യം പറഞ്ഞു. അതിന്റെ ക്വാർട്ടേഴ്സ് എത്രയും വേഗം സജ്ജമാക്കുന്ന കാര്യത്തിന്റെ ഭാഗമായി ഞങ്ങൾ തന്നെ നാളെ അതിന്റെ പ്രവൃത്തി നടക്കുന്നിടങ്ങളിൽ പോകുന്നുണ്ട്, കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ക്യാമ്പിലെ കാര്യം പറഞ്ഞു. ക്യാമ്പിലെ ഫേക്ക് ന്യൂസുകൾ ചിലതിങ്ങനെ പ്രചരിക്കുന്നുണ്ട്. യഥാർത്ഥ വിവരങ്ങൾ നൽകാൻ എങ്ങനെ പറ്റുമെന്നുള്ളത് ഞങ്ങൾ പൊതുവെ പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പൊ പലരും ഈ സോഷ്യൽ മീഡിയയും മറ്റുമാണ് നോക്കുന്നത്. ചിലർ മർമറിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പൊ അതല്ലാതെ യഥാർത്ഥ വിവരങ്ങൾ അവരെ എങ്ങനെ എത്തിക്കാനാകുമെന്നുള്ളത് ജില്ലാ കളക്ടർ ഒന്ന് പരിശോധിച്ച് ഞങ്ങൾ അധികം വൈകാതെ തന്നെ അതിനുള്ള സംവിധാനം കൂടി ഒരുക്കുന്നതായിരിക്കും. സർക്കാർ ഉദ്ദേശിക്കുന്ന കാര്യം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഭരണകൂടവും ഒക്കെ തന്നെ, ജില്ലാ ഭരണകൂടവും ഒക്കെ തന്നെ ഈ വിഷയങ്ങളിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും തീരുമാനിച്ച കാര്യങ്ങളും ശരിയായ അർത്ഥത്തിൽ ക്യാമ്പിലുള്ളവരിലും എത്തിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നിങ്ങളിൽ ചിലരും ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ചില കാര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് ഭാവിയിൽ നമുക്ക് ഒരുക്കാവുന്നതാണ്. ഷാന, ഞാൻ ആദ്യത്തെ ദിവസം തന്നെ ഇത് പറഞ്ഞതാണ്, ഇപ്പോഴും പറയാൻ ശ്രമിച്ചതാണ്. 136 കൌൺസിലർമാരെയാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ ഇതിനുവേണ്ടി നിയമിച്ചിരുന്നത്. ഇപ്പോൾ കുറച്ചുകൂടി എണ്ണം കൂട്ടി. ഞങ്ങളത് ഇന്ന് വിലയിരുത്തിയിരുന്നു. ഞങ്ങൾ 2 ഘട്ടത്തിൽ കൌൺസിലർമാരെ നേരിട്ട് വിളിച്ച് ഞങ്ങൾ മന്ത്രിതല ഉപസമിതി നിരീക്ഷണം അവരുടെ അഭിപ്രായങ്ങൾ കേട്ടിരുന്നു. ഇന്ന് ക്യാമ്പ് ലീഡേഴ്സിനെ വിളിച്ച് അവരുടെ അഭിപ്രായങ്ങൾ കേട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ശരിയായ രീതിയിലാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ചുകൂടി സീവിയറായ കേസുകൾ വന്നിരിക്കുന്നു എന്ന് കാണുന്നതിന്റെ കൂടി അടിസ്ഥാനത്തിൽ നമുക്ക് ഈ കൌൺസിലർമാരെക്കാൾ മുതിർന്ന വിധത്തിലുള്ള ചില സംവിധാനങ്ങൾ ചില ആളുകൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്യണം എന്ന് കരുതിയിട്ടുണ്ട്. അത് കൃത്യമായി അങ്ങനെ തന്നെ പോകുകയും ചെയ്യും. ഓരോ ദിവസവും കൃത്യമായി അത് നടത്തി 3669 അറ്റംപ്റ്റ് ഇതിനകം ഈ 5 ദിവസങ്ങളിലായി നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിൽ തന്നെ പ്രത്യേകമായ പരിശോധന വേണ്ട ആളുകൾ ഇന്നും 508 പേരെ പ്രത്യേകമായി കൌൺസിലിംഗ് നടത്തിയിട്ടുണ്ട്. അതിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്ത് പ്രത്യേകമായ കൌൺസിലിംഗ് വേണ്ട ആളുകൾക്ക് പറ്റുന്ന വിധത്തിലുള്ള വിദഗ്ധർ നാളെ മുതൽ ഉന്നത തലത്തിലുള്ള ആളുകൾ, ട്രെയിനിങ് കൊടുത്ത ആളുകൾ തന്നെ നേരിട്ട് വന്ന് നല്ല ട്രെയിനിങ് ചില ന്യൂ ഹാൻഡ്സ് ഉൾപ്പെടെയുള്ള ആശുപത്രികളിലെ വിദഗ്ധരായ ആളുകൾ വന്ന് ഇവർക്ക് കൊടുത്തിരുന്നു. ഇനി അവരെ തന്നെ നേരിട്ട് കൊണ്ടുവന്ന് ഇത്തരം കേസുകൾ അറ്റൻഡ് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരം സംവിധാനങ്ങൾ രാജ്യത്തുള്ള എല്ലാവരുമായി കൈകോർത്ത് സ്പെഷ്യലൈസ്ഡ് ആളുകളെ, ഇതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇനിയിപ്പോ നമ്മൾ റിക്കവറിയുടെ ഘട്ടം കഴിഞ്ഞു. ഇനി ഇവരെ മാനസികമായിട്ട് ഒരുക്കിയെടുത്ത് മനുഷ്യനായി ജീവിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ ആദ്യത്തെയോ 3ാമത്തെയോ ദിവസം പത്രമാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞു, കുട്ടിയുടെ ഫോട്ടോ മരിച്ചതായി കാണിച്ച് പ്രദർശിപ്പിക്കുന്നത് കണ്ട് മുകളിൽ നിന്ന് ചാടാൻ ഒരു അമ്മ മാനസികമായി ഒരുങ്ങി എന്ന് പോലും കൌൺസിലർമാർ വന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞു, മക്കളുടെ പടം ഇനി ഒരു കാരണവശാലും കൊടുക്കരുത് ഏതെങ്കിലും വിധത്തിൽ. ആദ്യഘട്ടത്തിൽ TV വേണമെന്ന് പറഞ്ഞപ്പോഴും ചെറിയൊരു പ്രയാസം ഉണ്ടായത് ആ പ്രശ്നങ്ങളാണ്. കാരണം ഇതിങ്ങനെ തുടർച്ചയായി വേറെ ചില സംവിധാനമാണ് ആലോചിക്കുന്നത്, യഥാർത്ഥ ഇൻഫർമേഷൻ എത്തിക്കാൻ. അതെ. അപ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് അതിന്റെ ഒരു പ്രയാസം വരണ്ട എന്ന് കരുതിയിട്ട് ഉള്ളൊരു ഒരുക്കം കൂടി നടത്തിയിരുന്നു. കാരണം എപ്പോഴും ഇത് കാണുമ്പോൾ ഉണ്ടാകുന്ന വീടുകളിൽ നിന്ന് നമ്മുടെ അമ്മമാർ തന്നെ പറഞ്ഞ് നമ്മളോട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇതിങ്ങനെ കാണാൻ പറ്റില്ല എന്നുള്ളത്. അല്ല വളരെ
നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ചോദിച്ചത്. ഞങ്ങളുടെ സമിതി അത് വളരെ ഗൌരവത്തിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പൊ നിലവിലുള്ള സംവിധാനത്തിന് പുറമെ ഈ മേഖലയിലെ ഏറ്റവും വലിയ എക്സ്പേർട്സ് ആര് സഹകരിക്കാൻ തയ്യാറായാലും ഞങ്ങൾ എല്ലാ നിലയിലും അവരെയൊക്കെ യോജിപ്പിച്ച് ആ സംവിധാനം കൊണ്ടുവരും. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഞാൻ അതിന്റെ നേരത്തെ പറഞ്ഞ വശം നമുക്കിപ്പോൾ ചെയ്യാൻ വേണ്ടി പറ്റുക അവർക്ക് മെന്റൽ സ്ട്രെങ്ത് എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. മെന്റൽ സ്ട്രെങ്ത് കൊടുക്കാൻ പറ്റുന്ന നിലയിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പരമാവധി അവരെ അറിയിക്കുക. അവർക്കൊപ്പം എല്ലാവരും ഉണ്ട്. സർക്കാർ സംവിധാനങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സംഘടനകളും എല്ലാ സ്ഥാപനങ്ങളും എല്ലാ വ്യക്തികളും എല്ലാവരും ഉണ്ട്. ഇതിൽ മറ്റൊരു ഭിന്നിപ്പില്ല എന്നുള്ള ഒരു മെസ്സേജ് തന്നെ കൊടുക്കാൻ പറ്റിയാൽ ഏറ്റവും വലിയ മെന്റൽ സ്ട്രെങ്ത്തിന് അത് ഉപകരിക്കും. ആ നിലയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് യോജിപ്പിക്കാവുന്ന ഈ മേഖലയിലെ എല്ലാ എക്സ്പേർട്സിനെയും യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ അതിന് പ്രസക്തിയുണ്ട് എന്ന് കരുതി പറയാൻ. മിനിയാന്ന് ലോക്സഭ ഒരു നിയമം പാസാക്കിയിട്ടുണ്ട്. ആ നിയമം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി മറികടക്കാനാണ്. എന്താണ് ആ നിയമം? മണ്ണെടുക്കുന്നതിനും കോറികൾ നിർമ്മിക്കുന്നതിനും പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ആവശ്യമില്ല എന്നാണ് പുതിയ ഭേദഗതി. ആ പശ്ചാത്തലത്തിൽ കേന്ദ്രമന്ത്രിമാരുടെ പ്രസ്താവനയെക്കുറിച്ച് മാധ്യമങ്ങൾ വിലയിരുത്തണമെന്ന് ഞാൻ പറയുന്നു. ഒരു സംശയവും വേണ്ട. വെറുതെ വാടക വീടെടുത്ത ആളുകളെ അങ്ങോട്ട് വിടുവോ? എല്ലാ സൗകര്യങ്ങളും കൂടി അവരെ വിടുക. പക്ഷെ അവരുടെ കയ്യിലുണ്ടായിരുന്ന എന്താണ് എന്ന് പറയാൻ പറ്റില്ല. പുതിയ നിലയ്ക്ക് താമസിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളോട് കൂടി തന്നെയാണ് റേഷൻ കാർഡ് പറഞ്ഞു. ഒരു കുടുംബത്തിൽ ചിലപ്പം ഒറ്റപ്പെട്ടു പോയ ആളുകൾ ഒരുപാടുണ്ടാവും. അവർക്ക് വേണ്ടി അങ്ങനെയാണ് നമ്മൾ പുനരധിവാസം. നമ്മൾ വാടക വീട് ഒരു കുടുംബം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആളുകളാണ്. അല്ല, അതിന് പറ്റിയ നിലയിൽ നമ്മൾ ആലോചിക്കും. അതിന് പറ്റിയ നിലയിൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ബന്ധുവീടുകളിൽ വിടാൻ ആളുണ്ടോ? ആ വിധത്തിൽ ആലോചിക്കും. കൂട്ടായി താമസിക്കേണ്ട ആളുകളുണ്ടോ? ആ വിധത്തിൽ ആലോചിക്കും. ഇപ്പൊ അങ്ങനെ കുറെ കേസുകൾ ഞങ്ങളുടെ അടുത്ത് വരുന്നുണ്ട്. ഇന്ന് രാവിലെ നമ്മൾ യോഗം ചേർന്നപ്പോ അങ്ങനെ വരുന്ന വിവാഹം ഉറപ്പിച്ചിട്ട് ഒരു കുട്ടി മാത്രമായി പോയ സ്ഥലത്ത് അവരിപ്പോ ആലോചിക്കുന്നു കൊണ്ടുവരാൻ പറ്റുമോ എന്നാലോചിക്കുന്നു. നടപടിക്രമങ്ങൾ വേഗതയിലാക്കി. അങ്ങനെയൊക്കെ ഒരുപാട് ട്വിസ്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അത് വളരെ കൃത്യതയോടെ കൗൺസിലർമാർ തന്നെ നോക്കി രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രമേ ഇവർ അയക്കൂ. എന്ന് മാത്രമല്ല, സാധാരണ ക്യാമ്പിനാണ് ലീഡർമാര്. ഇപ്പോ ഞങ്ങള് ക്യാമ്പ് വിട്ടുപോകുന്നവർക്കും ചുമതലക്കാരെ തീരുമാനിക്കാം. ഇപ്പോ 16 ക്യാമ്പുകളിൽ 16 ക്യാമ്പിന്റെ കേസ് ഉൾപ്പെടെയുള്ള ചുമതലക്കാരുണ്ട്. 16 ക്യാമ്പിൽ നിന്നും ഇനി ഓരോരുത്തരായി പോയി തുടങ്ങുമ്പോൾ പുറത്തേക്ക് പോയവർക്ക് വേണ്ടി ഒരു പുതിയ ചുമതലക്കാരൻ രൂപപ്പെടും. അവർ നിരന്തരമായി ഇവരെ ബന്ധപ്പെടാനും സ്ഥലത്തുണ്ടോ എന്ന് നോക്കാനും നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അവർക്ക് മാനസികമായിട്ട് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ കഴിയുന്ന വിധത്തിൽ ഇവരെ ക്യാമ്പിൽ നിന്ന് വാടക വീട്ടിലേക്ക് അങ്ങ് വിട്ടാൽ, ബന്ധുവീട്ടിലേക്ക് അങ്ങ് വിട്ടാൽ ചുമതല തീരുകയല്ല. അവർക്ക് വേണ്ടി പ്രത്യേക ചുമതലക്കാരും തുടർച്ചയായിട്ടുള്ള കൌൺസിലിംഗും അത് എത്ര കാലം പോകേണ്ടി വന്നാലും അതിന് സന്നദ്ധമായിട്ടുള്ള തയ്യാറെടുപ്പാണ് നടത്തുന്നത്. ഇന്നത്തെ ഈ പഞ്ചായത്ത് ഭരണസമിതി അതുപോലുള്ളവരുടെ യോഗം ഉണ്ടല്ലോ, ആ യോഗത്തിൽ വളരെ പോസിറ്റീവായിട്ടാണ് എല്ലാവരും ഈ കാര്യങ്ങളെ പ്ലാൻ ചെയ്യാൻ തീരുമാനിച്ചത്. ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിലെ ഒരു പഞ്ചായത്തിൽ ഇവിടെയുള്ളവർ, നിങ്ങൾ പലരും ശ്രദ്ധപ്പെടുത്തുക, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അവരവിടെ താമസിപ്പിക്കുന്നു, ഒരു അതിഥികളെ സ്വീകരിക്കുന്ന പോലെ സ്വീകരിക്കുന്നു. അതുപോലെ വയനാട് ജില്ലയിലെ ഏത് ഗ്രാമപഞ്ചായത്തിന് കീഴിലും ഇവർ വരാൻ തയ്യാറാണെങ്കിൽ എല്ലാ നിലയിലും കാര്യങ്ങൾ ഒരുക്കാൻ തയ്യാറാണെന്ന് ഇന്നത്തെ യോഗ ഐകകണ്ഠേന പറയുകയാണ്. അത് സ്ഥാപനങ്ങൾ മാത്രമല്ല, വീടുകളും മറ്റുമൊക്കെ ആയിട്ട് തയ്യാറാവാൻ അത് അവരുടെ കൂടെ അഭിപ്രായം എടുക്കണം. ആ അഭിപ്രായം എടുത്തുകൊണ്ട് ആ നിലയിൽ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. തിരുവനന്തപുരത്ത് പോയി താമസിക്കാൻ തയ്യാറാണെങ്കിൽ ഈ ജില്ലയുടെ ഒരു അറ്റത്ത് പോയി താമസിക്കാനും തയ്യാറുള്ളവരുണ്ടാകും. അപ്പൊ ആ നിലയിൽ അഭിപ്രായം എടുക്കാം എന്നുള്ള ഒരു സ്ഥിതി വന്നിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഈ ഒരു അതിജീവനത്തിന്റെ കരുത്ത് പകരുന്ന ഒരു യോഗമായിരുന്നു ഇന്നത്തെ യോഗം.